ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ താളുകൾ രചിക്കുമ്പോൾ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കേണ്ടത് സന്യാസി കലാപമായിരുന്നു. നിർഭാഗ്യവശാൽ ഭരണം കയ്യാളിയ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന നെഹ്റുവും അന്നത്തെ ചില കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരും കൂടി സന്യാസി കലാപത്തെ ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്നും പൂർണ്ണമായി അവഗണിച്ച് മാറ്റി നിർത്തി. വേണ്ടാത്ത ചരിത്രങ്ങൾ അതിലേക്ക് ചേർക്കുകയും ചെയ്തു. അതിന് ഒരു ഉദാഹരണമാണ് ഖിലാഫത്ത് മൂവ്മെൻറ്റ്. ആ മൂവ്മെൻറ്റിനെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി പാഠ്യപദ്ധതികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ അത് പഠിപ്പിച്ച് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി ചിത്രീകരിക്കുവാൻ ചരിത്രകാരന്മാർ കിണഞ്ഞു പരിശ്രമിക്കുകയും അത് കുട്ടികൾ പഠിച്ചാൽ അതുകൊണ്ട് ചില വിഭാഗങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ചരിത്ര സത്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് യുവജനങ്ങളെ വഴിതെറ്റിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട്. 1921 വടക്കൻ മലബാറിൽ നടന്ന മാപ്പിള ലഹളയെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി ചിത്രീകരിക്കുവാനും ഇത് ജന്മി കുടിയാൻ സമരമാക്കി ചിത്രീകരിക്കുവാനും ഇന്നും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി മാത്രം സൃഷ്ടിച്ച ഒരു കലാപമായിരുന്നു മാപ്പിള ലഹള. എന്നാൽ പശ്ചിമ ബംഗാളിൽ നടന്ന സന്യാസിമാരുടെ നേതൃത്വത്തിൽ നടന്ന കലാപമാണ് ആദ്യത്തെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള കലാപം. ഇത് സന്യാസിമാരും കർഷകരും സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിട്ട് ജോലി നഷ്ടപ്പെട്ട സൈനികരും ചേർന്ന് നടത്തിയ ഒരു കലാപമാണ്. ബ്രിട്ടീഷുകാരുടെ കോളനി വൽക്കരണത്തിനെതിരെയുള്ള ആദ്യത്തെ സമരമായി ഇതിനെ കണക്കാക്കാവുന്നതാണ്. ബ്രിട്ടീഷുകാരുടെ ദുർഭരണത്തിൽ നിന്നും കോളനി വൽക്കരണത്തിൽ നിന്നും അന്ന് പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ നേരിട്ട ദുരിതവും ക്ഷാമത്തിൽ നിന്നും മോചനം നേടുന്നതിന് വേണ്ടി സന്യാസിമാരുടെ നേതൃത്വത്തിൽ കർഷകരും സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിട്ട് ജോലി നഷ്ടപ്പെട്ട സൈനികരും ചേർന്ന് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടത്തിയ സമരത്തെയാണ് ഈ സന്യാസി കലാപം എന്ന പേരിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഈ കലാപത്തെ വളരെ മോശമായ രീതിയിലാണ് അന്നത്തെ ബംഗാൾ ഗവർണറായ വാറൻ ഹേസ്റ്റിങ്സ് തൻ്റെ വിവരണത്തിൽ വിവരിച്ചിട്ടുള്ളത്. അത് അന്ന് ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള സന്യാസിമാരെ ഹിന്ദുസ്ഥാനിലെ ജിപ്സികളെന്ന് വിശേഷിപ്പിക്കുകയും ജിപ്സികൾ എന്ന് പറഞ്ഞാൽ നാടോടികൾ, ഈ നാടോടികൾ തന്നെ പിടിച്ചു പറിക്കാരും കവർച്ചക്കാരും കൊള്ളക്കാരുമായിട്ടാണ് ചിത്രീകരിച്ചത്. ഈ സമരത്തിൻ്റെ പ്രാധാന്യം ഒട്ടും തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇത്തരം ഒരു പ്രയോഗം നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ സ്വത്ത് കട്ടുമുടിച്ച് ഇംഗ്ലണ്ടിലേക്ക് കടത്തിയ വാറൻ ഹേസ്റ്റിങ്സ് ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷുകാരാണ് യഥാർത്ഥത്തിലെ കൊള്ളക്കാരെന്ന വസ്തുത മറച്ചു വയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്നാൽ ഇതിന് ഒരു മലയാളി ബന്ധമുണ്ട് എന്ന കാര്യം ആർക്കും അറിയില്ല. ഭാരതത്തിൻ്റെ ആധ്യാത്മിക ഗുരു ആയിരുന്ന ശങ്കരാചാര്യർ, പ്രത്യേകിച്ച് കേരളത്തിന് വെളിച്ചം നൽകിയ ശങ്കരാചാര്യരുടെ ശിഷ്യന്മാർ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ആരംഭിച്ച ഒരു കലാപമാണിത്. ജഗന്നാഥപുരി, ബദരിനാഥ്, ശൃംഗേരി എന്നീ മഠങ്ങളിലായി ഏകദേശം 10 പാഠശാലകളിൽ നിന്നുള്ള ശങ്കരാചാര്യരുടെ പരമ്പരയിൽപ്പെട്ട സന്യാസിമാർ തുടങ്ങിവെച്ച സമരമാണ് പിന്നീട് ഇത് കർഷകരിലേക്കും സൈനികരിലേക്കും വ്യാപിക്കുകയും ബ്രിട്ടീഷുകാർക്ക് എതിരെയുള്ള ഒരു സമരമായി തീരുകയും ചെയ്തു. ഈ സമരത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടാണ് ദേശീയ ഗീത രചയിതാവായ ബങ്കിം ചന്ദ്ര ചാറ്റർജി തൻ്റെ ആനന്ദമഠം എന്ന ചരിത്ര നോവൽ രചിക്കുന്നത് തന്നെ. സന്യാസി കലാപത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലം തന്നെയാണ് ഈ നോവലിൻ്റെ ഇതിവൃത്തവും. ഈ നോവലിലാണ് വന്ദേ മാതരം എന്ന ഗാനവും ഉൾക്കൊണ്ടിട്ടുള്ളത്. ഇത് പ്രസിദ്ധീകരിക്കുന്നത് 1882-ലാണ്. 1937 കോൺഗ്രസ് സമ്മേളനത്തിലാണ് വന്ദേ മാതരത്തെ ദേശീയഗാനമായി അംഗീകരിക്കുന്നത്. എന്നാൽ പിന്നീട് ശ്രീ അരബിന്ദോ ബംഗാളിൻ്റെ ദേശീയഗാനമായി വന്ദേ മാതരത്തെ വിശേഷിപ്പിക്കുകയും പിന്നീട് 1895 രവീന്ദ്രനാഥ ടാഗോർ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ വന്ദേമാതരം ചൊല്ലിയതോടുകൂടി വന്ദേമാതരത്തിന് ഒരു ദേശീയവും രാഷ്ട്രീയവുമായ പ്രാധാന്യം കൈവന്നു.
1937 കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ വന്ദേ മാതരത്തെ ദേശീയ ഗാനമായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് കോൺഗ്രസ് ഈ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തുകയും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരുടെ എതിർപ്പിനെ തുടർന്നാണ് കോൺഗ്രസ് ഈ നിലപാടിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടി വന്നത്. ഖുർആനു വിരുദ്ധമായ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളതെന്നും അത് തങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല എന്നുമാണ് അന്ന് അവർ പറഞ്ഞത്. അതിനോട് കോൺഗ്രസ് നേതാക്കന്മാർ യോജിക്കുകയാണ് ചെയ്തത്. കോൺഗ്രസിന് എന്നും ഹിന്ദു വിരുദ്ധ നിലപാട് സ്വീകരിച്ചു ഇരുന്നതിന് മറ്റൊരു തെളിവ് കൂടിയാണ് വന്ദേമാതരത്തിൻ്റെ കാര്യത്തിൽ നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ചെയ്തിട്ടുള്ളത്. വന്ദേമാതരം സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് നൽകിയിട്ടുള്ള ആവേശം കണക്കാക്കുമ്പോൾ വന്ദേമാതരത്തിനു കിട്ടേണ്ടതായ പ്രാധാന്യം ഒരിക്കലും കോൺഗ്രസ്സുകാർ നൽകിയിരുന്നില്ല. ആദ്യത്തെ സന്യാസി കലാപത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ഈ ഗാനം പിന്നീട് ദേശീയ ഗാനമായി അംഗീകരിക്കാതെ ജനഗണമനയാണ് പിന്നീട് നമ്മൾ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. ഇത് കോൺഗ്രസിൻ്റെ നിലപാട് കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. എന്നാൽ ജനഗണമന ഇതിൽ നിന്ന് മോശമാണെന്നോ ഒന്നും നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നില്ല. രണ്ടിനും തുല്യ പ്രാധാന്യം ലഭിച്ചു എങ്കിലും വന്ദേ മാതരത്തിന് അതിൻ്റെ മാറ്റു കുറയുന്ന രീതിയിലുള്ള ഒരു സ്ഥാനം നൽകുന്നതിന് കോൺഗ്രസ്സുകാർ എന്നും ശ്രമിച്ചിരുന്നു എന്നതിന് തെളിവാണ് ഇത്. ജനുവരി 22 അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നപ്പോഴും അത് സുപ്രീം കോടതി അംഗീകരിച്ച ഒരു വിധിയായിട്ടുകൂടി അതിനോട് സഹകരിക്കുന്നതിന് കോൺഗ്രസ് കാണിച്ച വിമുഖത, ഇതിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങളും പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ സന്യാസി സമരത്തിൻ്റെ പ്രാധാന്യവും കുറച്ച് കാണിക്കുന്നതിന് കോൺഗ്രസ്സുകാർ പണിപ്പെട്ടിരുന്നു എന്നതിന് മറ്റൊരു തെളിവ് കൂടിയാണ്. സന്യാസി കലാപമാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ പ്രചോദനമായ സമരമായി തീരേണ്ടത്. 1757 നടന്ന പ്ലാസി യുദ്ധത്തിന് വരെ ഇതിൽ കൂടുതൽ പ്രാധാന്യം നൽകി ചരിത്ര പുസ്തകങ്ങളിൽ പ്രതിപാദിച്ച കുട്ടികളെ പഠിപ്പിക്കുന്നു. 1857 മീററ്റിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപത്തെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ പശ്ചിമ ബംഗാളിൽ തുടങ്ങിയ സന്യാസി സമരത്തെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കേണ്ടത്. സ്കൂളിലെ പാഠ്യ വിഷയങ്ങളിൽ ഒരിക്കലും സന്യാസി കലാപത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നേയില്ല. നെഹ്റുവും കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരും സന്യാസി കലാപത്തെ തീർത്തും അവഗണിക്കുന്നത് ഇത് വരും തലമുറ അറിഞ്ഞാൽ എന്തെങ്കിലും ദോഷം തങ്ങൾക്ക് സംഭവിച്ചാലോ എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് മാത്രമാണ്. കാരണം അതിന് അത്രയും പ്രാധാന്യമുണ്ടായിരുന്നു. അത് സന്യാസിമാരുടെ നേതൃത്വത്തിലായതുകൊണ്ട് അതിൻ്റെ വില കുറച്ച് കാണുന്നതിന് കോൺഗ്രസ്സുകാർ ശ്രമിച്ചു എന്നതിന് മറ്റൊരു തെളിവ് കൂടിയാണിത്. പാഠപുസ്തകങ്ങളിൽ ഈ സന്യാസി കലാപത്തെക്കുറിച്ച് ഒരു വിവരണവും നൽകുന്നില്ല. ഉദ്യോഗാർത്ഥികൾക്കും സന്യാസി കലാപത്തെക്കുറിച്ച് 1-2 സെൻറ്റൻസുകൾ മാത്രമാണ് പ്രതിപാദ്യ വിഷയമായിട്ടുള്ളത്. ഈ കലാപത്തെക്കുറിച്ച് ആരും തന്നെ അറിയരുതെന്നും വരുന്ന തലമുറ ഒരു കാരണവശാലും ഇത് അറിയാൻ പാടില്ലാത്ത ഒരു രഹസ്യമായി സൂക്ഷിക്കണമെന്നും ഈ വളഞ്ഞ ചരിത്രകാരന്മാർ എവിടെയും സാക്ഷ്യപ്പെടുത്തുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ചരിത്രകാരന്മാർ ചരിത്രത്തെ വളച്ചൊടിച്ച് വികൃതമാക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ തന്നെയാണ്. നെഹ്റുവും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ ഹിന്ദു വിഭാഗത്തിൻ്റെതായി ഒരു പങ്കുമില്ല എന്ന് ഏതു വേദികളിലും കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഒരു തിരിച്ചടിയായിരിക്കും സന്യാസി കലാപത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ. കൂടാതെ ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേ മാതരമെന്ന ഒരു ഗാനം എഴുതുവാൻ ഇടയാക്കിയത് ഈ ചരിത്ര സംഭവം തന്നെയാണ്. സന്യാസി കലാപമെന്ന ഒരു സംഭവം പശ്ചിമ ബംഗാളിൽ നടന്നില്ല എങ്കിൽ വന്ദേ മാതരമെന്ന ഒരു ഗാനവും ഭാരതീയർക്ക് ലഭിക്കില്ലായിരുന്നു എന്ന സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. വന്ദേ മാതരം എഴുതുവാൻ ഒരേ ഒരു കാരണം ഈ സന്യാസി കലാപം തന്നെയാണെന്ന സത്യം ഭാരതീയർ അറിഞ്ഞിരിക്കേണ്ടതാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിക്ക് ആനന്ദമഠം എന്ന ഒരു ചരിത്ര നോവൽ രചിക്കുന്നതിന് ചരിത്ര പശ്ചാത്തലം ഒരുക്കി കൊടുത്തത് സന്യാസി കലാപമായിരുന്നു. അതുപോലെ തന്നെ
വന്ദേ മാതരം എന്ന ഒരു ഗാനം രചിക്കുന്നതിന് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രചോദനമായതും ഈ സന്യാസി കലാപം തന്നെയാണ്. സന്യാസി കലാപം നടന്നില്ലെങ്കിൽ വന്ദേ മാതരം എന്ന ഇത്രയും മനോഹരമായ ഒരു ഗാനം ഭാരതീയർക്ക് ലഭിക്കുവാൻ ഇടയാകുകയില്ലായിരുന്നു എന്ന സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം.